ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മിഡ് ടേം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കൂടാതെ എല്ലാ ചാപ്റ്ററിൻ്റെയും 7ാം ക്ലാസ്സിലെ എല്ലാ ചാപ്റ്ററിൻ്റെയും 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും യൂണിറ്റുകൾ ഏകദേശം ഈ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ കാണാൻ കഴിയും. മലയാളം, മാത്സ്, ഹിന്ദി, ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ്, ബേസിക് സയൻസ് തുടങ്ങിയ എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്വസ്റ്റ്യൻ ആൻസറും അല്ലെങ്കിൽ പാഠഭാഗ പ്രവർത്തനങ്ങളും എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ കാണുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം ഡിസ്കസ് ചെയ്യാം. ഇതിൽ 10 ആക്ടിവിറ്റീസ് ആണുള്ളത്. സാധാരണ എക്സാമിന് 10 ആക്ടിവിറ്റീസ് ആണ് ഉണ്ടാവുക. അതിലേതെങ്കിലും 8 ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. Activity 1. The seeds received by Sonu and Meenu from their school is given below. അപ്പോൾ സോനുവിനും മീനിനും കുറച്ച് സീഡ്സ് കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ജാക്ക് ഫ്രൂട്ട്, റോസ്, ഹിബിസ്കസ്, ജിഞ്ചർ, പൊട്ടറ്റോ, മാംഗോ, പീ. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ഔട്ട് ദ എക്സാമ്പിൾസ് ഫോർ പ്ലാന്റ്സ് വിച്ച് പ്രൊഡ്യൂസ് ത്രൂ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആൻഡ് സെക്സൽ റീപ്രൊഡക്ഷൻ. അപ്പം നമ്മൾ 2 തരം പ്രൊപ്പഗേഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, വെജിറ്റേറ്റീവ് ആൻഡ് സെക്സൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ ഇത് ഏത് വിഭാഗത്തിലാണ് പെടുന്നത് എന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് എഴുതാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നത്: മീനു ഗോട്ട് ബെറ്റർ ഈൽഡ് ദാൻ സോനു. മീനുവിന് സോനുവിനേക്കാൾ വിളവ് കിട്ടി. റൈറ്റ് എനി 2 ഫാക്ടേഴ്സ് ദാറ്റ് മൈറ്റ് ഹാവ് ഹെൽപ്ഡ് മീനു ഇൻ ഗെറ്റിംഗ് ബെറ്റർ ഈൽഡ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും മീനുവിനെ അതിന് ഹെൽപ്പ് ചെയ്തത്? ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും അതേപോലെ സെക്സ്വൽ റീപ്രൊഡക്ഷൻ്റെ എക്സാമ്പിൾസ് നമ്മളോട് എഴുതാനാണ് പറഞ്ഞത്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിൽ വരുന്നത് റോസ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റെമ്മാണ് അതിൽ വരുന്നത് അല്ലേ, റോസ്. പിന്നെ ഹിബിസ്കസും സ്റ്റെമ്മാണ്. ഷുഗർ കെയിൻ സ്റ്റെമ്മാണ്. പിന്നെ പൊട്ടറ്റോ എന്ന് പറയുമ്പോൾ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ് വരുന്നത്. ജിഞ്ചറും അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ്. ഓക്കെ, ഇനി സെക്സ്വൽ റീപ്രൊഡക്ഷന് അതിലുള്ളത് ഏതൊക്കെയാണ്? പീ, അതേപോലെ മാംഗോ, ജാക്ക് ഫ്രൂട്ട്. ഇനി രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? റൈറ്റ് എനി 2 ഫാക്ടേഴ്സ് ദാറ്റ് മൈറ്റ് ഹാവ് ഹെൽപ്ഡ് മീനു ഇൻ ഗെറ്റിംഗ് ബെറ്റർ ഈൽഡ്. മികച്ച വിളവ് കിട്ടാൻ വേണ്ട സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഘടകങ്ങൾ എന്തെല്ലാം എന്നാണ്. ഗുഡ് സീഡ്സ് ആൻഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽ ഷുഡ് ബി ടേക്കൺ. നല്ല സീഡുകൾ എടുക്കണം, നല്ല വിത്ത് എടുക്കണം. പിന്നെ അതേപോലെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന മെറ്റീരിയൽസും എടുക്കണം. സോയിൽ മസ്റ്റ് ബി സ്യൂട്ടബിൾ ഫോർ ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ അല്ലെങ്കിൽ അതിന് അനുയോജ്യമായ മണ്ണ് നമ്മൾ സെലക്ട് ചെയ്യണം. ഷുഡ് എൻഷുർ പെസ്റ്റ് കൺട്രോൾ. പിന്നെ കീടങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഷുഡ് ബി ഏബിൾ ടു വാട്ടർ കൺവീനിയൻ്റ്ലി. ആവശ്യാനുസരത്തിന് ജലം കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിലേതെങ്കിലും 2 പോയിൻ്റ് എഴുതിയാൽ മതി. നമ്മൾ ചോദ്യത്തിന് ഉത്തരം എഴുതുമ്പോൾ അതിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാർക്കിനനുസരിച്ചിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. ഒരു ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് ആയിരിക്കും. അതിൽ തന്നെ 2ഉം 3ഉം സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ മാർക്കിനനുസരിച്ച് നിങ്ങൾ പോയിൻറ്റ്സ് എഴുതിയാൽ മതി. ഓക്കെ, ആക്ടിവിറ്റി 2 നോക്കാം. രണ്ടാമത്തെ ആക്ടിവിറ്റി: ഫൈൻഡ് ഔട്ട് ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വൈൽ സെലക്ടിങ് സീഡ്സ്. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു സീഡ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? അതിന് നമ്മൾ ടിക്ക് മാർക്ക് ഇടാനാണ്. ലോ ഈൽഡിങ് തെറ്റാണ്, അങ്ങനത്തെ സീഡ്സ് ഒന്നും നമ്മൾ എടുക്കരുത്. ഫ്രൂട്ട്സ് ഫോംഡ് അറ്റ് ദ മിഡിൽ ലൈഫ് സ്പാൻ, അത് ചെടിയുടെ മിഡിൽ സ്പാനുള്ള ആ ഒരു ടൈമിലുള്ള വിത്താണ് നമ്മൾ എടുക്കേണ്ടത്. ബിഗ് സൈസ് അങ്ങനെയൊന്നുമില്ല, നോർമൽ സൈസുള്ള പിന്നെ വിത്താണ് നമ്മൾ എടുക്കുക. ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്, അത് ശരിയാണ്. ഫ്രം ഡിസീസ്ഡ് പ്ലാന്റ്, രോഗമുള്ള ചെടികളിൽ നിന്ന് നമ്മൾ വിത്ത് എടുക്കരുത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 3: ഹൗ ഡസ് ദ ഓവർ യൂസ് ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ആൻഡ് കെമിക്കൽ ഫെർട്ടിലൈസ് അഫക്റ്റ് ദ സോയിൽ, മെൻ ആൻഡ് അതർ ലിവിങ് തിങ്സ്. എങ്ങനെയാണ് കെമിക്കൽ പെസ്റ്റിസൈഡ്സും അതേപോലെ തന്നെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും മണ്ണിനെയും മനുഷ്യനെയും അതേപോലെ തന്നെ മറ്റ് ലിവിങ് തിങ്സിനെയും എഫക്റ്റ് ചെയ്യുന്നത്? ഇതിൽ തന്നെ 3 ക്വസ്റ്റ്യൻ ഉണ്ട്. റൈറ്റ് ദ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ബയോ പെസ്റ്റിസൈഡ്സ്. ബയോ പെസ്റ്റിസൈഡ്സ് ഉണ്ടാക്കാനുള്ള മെത്തേഡ് പറയാൻ
ഏതൊക്കെയാണ്? നെയിം എനി 2 ബയോ ഫെർട്ടിലൈസേഴ്സ്. 2 ബയോ ഫെർട്ടിലൈസേഴ്സിൻ്റെ പേരെഴുതാനാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഹൗ ഡസ് ഓവർ യൂസ് ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ആൻഡ് കെമിക്കൽ ഫെർട്ടിലൈസ് എഫക്ട് ദ സോയിൽ, മെൻ ആൻഡ് വിമൻ? Chemical pesticides and chemical fertilizers can have significant impact on soil health and the environment. അപ്പോൾ നമ്മൾ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് അതേപോലെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സൊക്കെ ഉപയോഗിച്ചാൽ അതിന് ഒരുപാട് സോയിലിൻ്റെ ആരോഗ്യത്തിനും അതേപോലെ തന്നെ എൻവയോൺമെൻറ്റിനും ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പെസ്റ്റിസൈഡ്സ് ക്യാൻ പെർസിസ്റ്റ് ഇൻ സോയിൽ ഫോർ ഇയേഴ്സ്. അപ്പോൾ ഈ നമ്മൾ മണ്ണിൽ പ്രയോഗിക്കുന്ന പെസ്റ്റിസൈഡ്സ് ഒക്കെ ഒരുപാട് കൊല്ലങ്ങൾ അതേപോലെ തന്നെ അവിടെ കിടക്കും. കണ്ടാമിനേറ്റിംഗ് ഇറ്റ് ആൻഡ് എഫക്റ്റ് മൈക്രോ ഓർഗാനിസംസ്. അപ്പോൾ നമ്മുടെ മണ്ണിൽ ഒരുപാട് മൈക്രോ ഓർഗാനിസം ഉണ്ട്, അതിനെയൊക്കെ അതെന്ത് ചെയ്യും? എഫക്റ്റ് ചെയ്യും. പെസ്റ്റിസൈഡ്സ് ക്യാൻ ആൾട്ടർ ദ ബാലൻസ് ഓഫ് ബെനഫിഷ്യൽ മൈക്രോ ഓർഗാനിസം ലീഡ് ടു സോയിൽ ഡിഗ്രേഷൻ. മണ്ണ് നശിക്കുന്നതിന് കാരണമാകുന്നു. കാരണം എന്താണ്? ഈ പെസ്റ്റിസൈഡ്സ് നമ്മുടെ മണ്ണിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മൈക്രോ ഓർഗാനിസംസ് പെസ്റ്റിസൈഡ്സ് ഉണ്ടാകുമ്പോൾ എന്താവും? സൂക്ഷ്മജീവികളൊന്നും മണ്ണിലുണ്ടാവില്ല. ഓക്കെ. നെക്സ്റ്റ്, ഓവർ യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് ക്യാൻ ലെഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് പെസ്റ്റിസൈഡ് റെസിസ്റ്റൻറ്റ് പെസ്റ്റ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ചാൽ പിന്നെ ഈ പെസ്റ്റിസൈഡ്സിനെ അതിജീവിക്കാനുള്ള ഒരു കരുത്ത് വരും. പെസ്റ്റിസൈഡ്സ് ക്യാൻ റീച്ച് ഇൻ ടു ഗ്രൗണ്ട് വാട്ടർ, പോയിസണിങ് റിസ്ക് ടു ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് അക്വാട്ടിക് എക്കോസിസ്റ്റം. പിന്നെ ഈ പെസ്റ്റിസൈഡ്സ് മഴയൊക്കെ വന്നിട്ട് ഒലിച്ചു പോയി അങ്ങനെ നമ്മുടെ ജലാശയങ്ങളിലെത്തും. അതേപോലെ നമ്മുടെ ടോട്ടൽ, അതായത് ജലത്തിൽ ഒരുപാട് ജീവജന്തുക്കളുണ്ട്, അതിൻ്റെ ഹെൽത്തിനെ ബാധിക്കും. അപ്പോൾ ഏതെങ്കിലും 2 പോയിൻ്റ് എഴുതിയാൽ മതി. ഇത് ഒരുപാട് പോയിൻ്റ് ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയി തോന്നുന്ന 2 പോയിൻ്റ് എഴുതിയാൽ മതി. ഇനി അടുത്തത്, റൈറ്റ് ദ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ബയോ പെസ്റ്റിസൈഡ്. ഏതെങ്കിലും ഒരു ബയോ പെസ്റ്റിസൈഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അതിൻ്റെ പ്രിപ്പറേഷൻ എഴുതാനാണ്. നമുക്ക് ഈ നീം ഓയിൽ ഹെമൻഷൻ ഉണ്ടാക്കാം. ഓക്കെ. ഡിസോൾവ് 60 grams ഓഫ് ബാർ സോപ്പ് ഇൻ ½ ലിറ്റർ ഓഫ് വാട്ടർ. 60 ഗ്രാം ബാർ സോപ്പ് എടുത്തിട്ട് 1/2 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ കലക്കുക. മിക്സ് ഇറ്റ് വെൽ വിത്ത് 1 ലിറ്റർ നീം ഓയിൽ. അതിലേക്ക് 1 ലിറ്റർ നീം ഓയിൽ ചേർക്കുക. ഡൈല്യൂട്ട് ഇറ്റ് ബൈ ആഡിങ് വാട്ടർ 10 times ദ വോളിയൂം ഓഫ് പ്രിപ്പയർഡ് എമൽഷൻ. നമ്മൾ എത്രയാണോ ലായനി പ്രിപ്പയർ ചെയ്തത്, എത്ര ലിറ്ററാണോ അതിൻ്റെ 10 മടങ്ങ് വെള്ളം ചേർത്തിട്ടാണ് നമ്മളത് പ്രയോഗിക്കേണ്ടത്. ഇനി മൂന്നാമത്തെ ചോദ്യം, നെയിം എനി 2 ബയോ ഫെർട്ടിലൈസേഴ്സ്. ബയോ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഏതെങ്കിലും 2 എണ്ണം എഴുതാനാണ് പറഞ്ഞത്. ഇവിടെ 5-6 എണ്ണം ഉണ്ട്. ഇപ്പം കൗഡങ്, ചാണകം, പൗൾട്രി ഡ്രോപ്പിങ്സ്, ഗ്രീൻ മാനുവർ, കമ്പോസ്റ്റ്, ഫിഷ് മീൽ, ബോൺ മീൽ, വെമി വാഷ്, ഗോട്രോപ്പ്, സ്ലറി ഫ്രം ബയോഗ്യാസ് പ്ലാന്റ്. ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. നമ്മൾ 3 ആക്ടിവിറ്റീസാണ് ഡിസ്കസ് ചെയ്തത്. ഇനി 4ാമത്തെ ആക്ടിവിറ്റി നോക്കാം. The table below shows the change in the color and color of blue litmus paper in different solutions. അപ്പോൾ ഡിഫറെൻറ്റ് സബ്സ്റ്റൻസിൽ ബ്ലൂ ലിറ്റ്മസിൻ്റെ കളർ ചേഞ്ച് ആണ് ഈ ടേബിളിലുള്ളത്. ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ 3 എണ്ണം ഉണ്ട്. അനലൈസ് ദ ടേബിൾ ആൻഡ് റൈറ്റ് യുവർ ഇൻഫറൻസ്. അപ്പോൾ നിങ്ങൾ ഇത് അനലൈസ് ചെയ്യുക ഈ ടേബിൾ, എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം എഴുതുക. 2ാമത്തെ ചോദ്യം, റൈറ്റ് ദ നാച്ചുറൽ ഇൻഡിക്കേറ്റർ വി ക്യാൻ ഇൻസ്റ്റെഡ് ഓഫ് യൂസ് ബ്ലൂ ലിറ്റ്മസ്. ബ്ലൂ ലിറ്റ്മസിന് പകരം നമുക്ക് ഉപയോഗിക്കാവുന്ന നാച്ചുറൽ ഇൻഡിക്കേറ്റർ ഏതാണെന്ന് എഴുതുക. നെയിം ദ ആസിഡ്സ് വിച്ച് present in the given substances that turned blue litmus red. അപ്പോൾ ആസിഡ്, ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡ്, അതായത് ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കിയിട്ടുള്ള ആസിഡിൻ്റെ വസ്തുക്കളിലൊക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണെന്ന് എഴുതുക. അപ്പോൾ നമുക്ക് ഈ ടേബിൾ ഒന്ന് വായിച്ച് നോക്കാം. ലെമൺ ജ്യൂസിൽ ടേൺസ് റെഡ്. Sugar solution, no color change. Salt solution, no color change. Tamarind water turns red. Pure water, no color change. Buttermilk turn red. Vinegar turn red. അപ്പോൾ നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കുക. എന്താണ് റെഡ് ആയതൊക്കെ? എന്താണ് ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കിയത് എന്തൊക്കെയാണ്? ആസിഡാണല്ലേ. നമ്മൾ ആസിഡ് ആൻഡ് ബേസസ് എന്ന ചാപ്റ്റർ വിശദമായിട്ട് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലെറ്റേഴ്സസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പാഠഭാഗം നല്ലവണ്ണം മനസ്സിലാവും. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, ആസിഡ് ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുന്നു. അപ്പോൾ ഇവിടെ ആരൊക്കെയാണ് റെഡ് ആയത്? ലെമൺ ഉണ്ട്, അതേപോലെ ടാമറിൻ വാട്ടർ ഉണ്ട്, ബട്ടർ മിൽക്ക് ഉണ്ട്, വിനാഗർ ഉണ്ട്. ഇനി അതിൻ്റെ നാച്ചുറൽ ഇൻഡിക്കേറ്റർ എഴുതാനാണ് 3ാമത്തെ ചോദ്യം. ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണെന്നാണ്. ഓക്കെ.
അപ്പോൾ നമുക്ക് നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആയിട്ട് ഹിബിസ്കസ് പേപ്പർ നോക്കാം, ടെർമറിക് പേപ്പറും നമുക്ക് ഉപയോഗിക്കാം. ഇനി മൂന്നാമത്തെ ചോദ്യം, ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡ്, ബട്ടർ മിൽക്കിൽ അടങ്ങിയിരിക്കുന്നത് ലാക്റ്റിക് ആസിഡാണ്, വിനെഗറിൽ അസറ്റിക് ആസിഡാണ്, ടാമറിൽ ടാറ്റാറിക് ആസിഡാണ്, ലെമണിൽ സിട്രിക് ആസിഡാണ്, ആപ്പിളിൽ മാലിക് ആസിഡാണ്. അപ്പോൾ ഈ ആസിഡൊക്കെ നിങ്ങളൊന്ന് പ്രത്യേകം ഓർമ്മിച്ച് വെക്കണം. ബട്ടർ മിൽക്ക് ലാക്റ്റിക് ആസിഡ്, വിനെഗർ അസറ്റിക് ആസിഡ്, ടാമറിൻ ടാറ്റാറിക് ആസിഡ്, ലെമൺ സിട്രിക്, ആപ്പിൾ മാലിക്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി 5 നോക്കാം. ബാലു ട്രൈഡ് എ മേക്ക് ഫയർ ടു മേക്ക് എ ഫയർ എക്സ്റ്റിങ്ക്വിഷൻ വിത്ത് വിനാഗർ ആൻഡ് മഗ്നീഷ്യം റിമർ. അപ്പം ബാലു ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഉണ്ടാക്കാൻ ഒരു ശ്രമം നടത്തി. എന്തുകൊണ്ടാണ്? വിത്ത് വിനാഗർ ആൻഡ് മഗ്നീഷ്യം റിബൺ, വിനാഗിരിയും അതേപോലെ മഗ്നീഷ്യം റിബണും ഉപയോഗിച്ച് ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഈ ഡയറക്റ്റ് ദ ഗ്യാസ് കമ്മിങ് ഫ്രം ദ എക്സ്റ്റിങ്ക്വിഷർ ടുവേർഡ്സ് എ ലൈറ്റഡ് കാൻഡിൽ. അപ്പോൾ അതിൽ നിന്ന് വന്ന ഗ്യാസ് എന്തായി? ഒരു കാൻഡിൽ, ലൈറ്റഡ് കാൻഡിലിന് നേരെ വെച്ചു. ദ കാൻഡിൽ ഫ്ലെയിം ബേൺഡ് വിത്ത് എ ലോ നോയ്സ് ഇൻസ്റ്റെഡ് ഓഫ് എക്സ്റ്റിങ്ക്വിഷിംഗ് ദ ഫ്ലെയിം. അപ്പോൾ അവിടെ എന്താണ്? തീ കെടുത്തുകയല്ല ചെയ്തത്, പക്ഷേ അണയ്ക്കുന്നതിന് പകരം അവിടെ ചെറിയൊരു ശബ്ദത്തോട് കൂടിയിട്ട് ബേൺ ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ 3 ചോദ്യങ്ങളുണ്ട്. നെയിം ദ ഗ്യാസ് ഫോംഡ് ഹിയർ. ഇവിടെ ഏത് ഗ്യാസാണ് ഫോം ചെയ്തത്? റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് ദിസ് ഗ്യാസ്. ഈ ഗ്യാസിൻ്റെ ഏതെങ്കിലും 2 ഫീച്ചർ എഴുതുക. മൂന്നാമത്തേത്, വാട്ട് ചേഞ്ച് ഷുഡ് ബി ഡൺ ഇൻ ദിസ് എക്സ്പെരിമെൻറ്റ് ടു വർക്ക് ദ ഫയർ എക്സ്റ്റിങ്ക്വിഷർ പ്രോപ്പർലി. ഇതിൽ എന്ത് ചേഞ്ച് നടത്തിയാലാണ് ആ ഒരു തീ കെടുത്താനുള്ള ഒരു സംഭവം വരികയെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നമുക്കത് മനസ്സിലായല്ലോ, ഹൈഡ്രജൻ ആണല്ലേ. ആസിഡ് മെറ്റലുമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വരും? ഹൈഡ്രജൻ ആണ്. ഇനി ഹൈഡ്രജനിൻ്റെ 2 properties. Hydrogen is inflammable, പിന്നെ ബേൺസ് വിത്ത് ലോ വോയിസ് വെൻ ലൈറ്റഡ്. ഇനി ഇത് ഫയർ എക്സ്റ്റിങ്ക്വിഷറിൽ അത് നടത്താൻ എന്ത് ചേഞ്ചാണ് നമ്മൾ നടത്തേണ്ടത്? യൂസ് കാർബണേറ്റ് ഇൻസ്റ്റെഡ് ഓഫ് മഗ്നീഷ്യം. മഗ്നീഷ്യത്തിന് പകരം നമ്മൾ എന്ത് ഉപയോഗിക്കണം? കാർബണേറ്റ് ഉപയോഗിക്കണം. എന്നാൽ എന്താ സംഭവിക്കുക? വെൻ ആസിഡ് റിയാക്ട് വിത്ത് കാർബണേറ്റ്, കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഇതിനെന്ത് പകരം? മഗ്നീഷ്യത്തിന് പകരം കാർബണേറ്റ് ഉപയോഗിക്കണം. അപ്പോൾ ആസിഡും കാർബണേറ്റും തമ്മിൽ യോജിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് എ ഗ്യാസ് വിച്ച് ഈസ് എക്സ്റ്റിങ്ക്വിഷ് ഫയർ. അപ്പോൾ തീ അണയ്ക്കാനായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് സഹായിക്കും. ഇനി അടുത്ത ചോദ്യം നോക്കാം. റൈറ്റ് ദ നെയിം ഓഫ് ദിസ് മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് ന്യൂ പ്ലാന്റ്ലെറ്റ്സ്. റൈറ്റ് ഡൗൺ എനി 2 മെറിറ്റ്സ് ഓഫ് പ്ലാന്റ്ലെറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ത്രൂ ദിസ് മെത്തേഡ്. The steps of producing 2 plants this method are given below. Write them in the correct order. അപ്പോൾ 3 ചോദ്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഇത് ഏത് മെത്തേഡാണ് എന്ന് പറയണം. അതേപോലെ ഈ ഒരു മെത്തേഡിൻ്റെ 2 മെറിറ്റ്സ് എഴുതണം. പിന്നെ ഈ ഒരു മെത്തേഡിൻ്റെ സ്റ്റെപ്സ് ഷഫിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അത് കറക്റ്റ് ഓർഡറിൽ എഴുതണം. അപ്പോൾ നമുക്കിത് കണ്ടാൽ മനസ്സിലായുള്ളത് എന്ത് മെത്തേഡാണ്? പ്രൊഡ്യൂസിങ് ന്യൂ പ്ലാന്റ്സ്, പുതിയ ചെടികൾ ഉണ്ടാക്കാൻ നമ്മൾ പലവിധ മാർഗ്ഗങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ്, ഹൈബ്രിഡൈസേഷൻ, പിന്നെ ബഡ്, അങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഏത് മെത്തേഡാണ്? ഇത് ലെയറിംഗ് ആണ്. അപ്പോൾ അഡ്വാൻറ്റേജസ് ഓഫ് ലെയറിംഗ് എന്താണ്? ദ സാപ്ലിങ്സ് വിൽ ഹാവ് ഓൾ ദ ക്വാളിറ്റീസ് ഓഫ് ദ പാരൻറ്റ് പ്ലാന്റ്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഈ സാപ്ലിങ്സിന് അതിൻ്റെ പാരൻറ്റ് പ്ലാന്റിൻ്റെ എല്ലാ ക്വാളിറ്റീസും ഉണ്ടാകും. പിന്നെന്താണ്? മെനി സാപ്ലിങ്സ് ക്യാൻ പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഷോർട്ട് ടൈം. ഒരു ഷോർട്ട് ടൈമിനുള്ളിൽ തന്നെ ഒരുപാട് സാപ്ലിങ്സ് നമുക്ക് ഉണ്ടാക്കാം. പ്ലാന്റ്സ് ഹൂസ് സ്റ്റെം കട്ടിങ്സ് ഡു നോട്ട് ഗ്രോ യൂഷ്വലി ക്യാൻ ബി മെയ്ഡ് ടു പ്രൊഡ്യൂസ് റൂട്ട്സ് ആൻഡ് സ്പ്രോട്ട്സ്. സ്റ്റെപ്സ് നമുക്ക് നോക്കാം. സ്റ്റെപ്സ് ഓഫ് പ്രൊഡ്യൂസിങ് ന്യൂ പ്ലാന്റ്സ് ദിസ് മെത്തേഡ് ആർ ഗിവൺ ബിലോ. റൈറ്റ് ദം ഇൻ കറക്റ്റ് ഓർഡർ. കവർ വിത്ത് പോളിത്തീൻ ഷീറ്റ്. Cut the branch and plant it in the soil. Peel off the bark in a circular shape. Select a branch of the plant from which plants are to be produced. Cover the peeled off part with a slightly moistened mixture of coconut fiber and soil. അപ്പം ഇതിൻ്റെ ഓർഡറാണ് നമ്മൾ എഴുതേണ്ടത്. ഫസ്റ്റ് എന്തായിരിക്കും? എന്താണ്? സെലക്ട് എ ബ്രാഞ്ച് ഓഫ് എ പ്ലാന്റ് ഫ്രം വിച്ച് പ്ലാന്റ്സ് ആർ ടു ബി പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഏത് പ്ലാന്റിൽ നിന്നാണോ നമ്മൾ സാപ്ലിങ്സ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പ്ലാന്റിൽ നിന്ന് നമ്മളൊരു ബ്രാഞ്ച് സെലക്ട് ചെയ്യണം. അതാണ് ഫസ്റ്റ് മെത്തേഡ്. ഇനി സെക്കൻഡ് മെത്തേഡ് എന്താണ്? പീൽ ഓഫ് ദ ബാർക്ക് ഇൻ എ സർക്കുലർ ഷേപ്പ്. ആ ബ്രാഞ്ച് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് തൊലി ഇങ്ങനെ മെല്ലനെ പീൽ ഓഫ് ചെയ്യണം. ഒരു സർക്കുലർ ഷേപ്പിൽ നമ്മൾ ഒരു വട്ടത്തിൽ
ഉണ്ടെങ്കിൽ നമ്മളത് തൊലി ചെത്തിക്കളയണം, ചെറുങ്ങനെ ചെത്തിക്കളയണം. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കവർ ദ പീൽഡ് ഓഫ് പാർട്ട് വിത്ത് സ്ലൈറ്റ്ലി മോയ്സ്റ്റൻഡ് മിക്സ്ചർ ഓഫ് കോക്കനട്ട് ഫൈബർ ആൻഡ് സോയിൽ. അപ്പം മണ്ണും അതേപോലെ തന്നെ ചകിരിച്ചോറുമുള്ള മിശ്രിതം കൊണ്ട് നമ്മൾ ഈ പീൽ ചെയ്ത ഭാഗത്ത് നമ്മൾ കവർ ചെയ്യണം. പിന്നെ നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? കവർ വിത്ത് പോളിത്തീൻ ഷീറ്റ്. അതിന് നമ്മളൊരു പോളിത്തീൻ ഷീറ്റ് കൊണ്ട് കവർ ചെയ്യണം. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വൺ, കട്ട് ദ ബ്രാഞ്ച് ആൻഡ് പ്ലാന്റ് ഇൻ ദ സോയിൽ. അപ്പോൾ കുറേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിന് വേര് വരും. വേര് വരുമ്പോൾ അതിൻ്റെ താഴെ നിന്ന് കട്ട് ചെയ്ത് നമ്മൾ ആ മണ്ണിലേക്ക് കുഴിച്ചിടുക. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ആക്ടിവിറ്റി 6. Write whether the statements given below are true or false. Correct the false statement. അപ്പോൾ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നിങ്ങൾ പറയണം. ഇനി ഫോൾസ് ആണെങ്കിൽ അതിനെന്താണ് തകരാറ് എന്നും പറയണം. ഓക്കെ. ആസിഡ്സ് ആർ സ്ലിപ്പറി. ആദ്യത്തെ കാര്യം തന്നെ തെറ്റാണ്. ആസിഡ് അല്ല സ്ലിപ്പറി. എന്താണ്? ബേസസ് ആർ സ്ലിപ്പറി. ബേസസ് ആണ് സ്ലിപ്പറി ക്യാരക്ടർ ഉള്ളത് അല്ലേ? ഇനി ബേസസ് ടേൺസ് റെഡ് ലിറ്റ്മസ് ബ്ലൂ. അത് ശരിയാണല്ലോ, അത് ശരിയാണ്. ഇനി അടുത്തത് ഫിനോഫ്തലിൻ ടേൺസ് പിങ്ക് ഇൻ ദ പ്രസൻസ് ഓഫ് ആസിഡ്. അത് തെറ്റാണ്. ഫിനോഫ്തലിൻ ടേൺസ് പിങ്ക് ഇൻ ദ പ്രസൻസ് ഓഫ് ബേസസ്. ഓക്കെ. ഇനി അടുത്തത് എന്താണ്? ദ ആസിഡ് പ്രസൻറ്റ് ഇൻ ബട്ടർ മിൽക്ക് ഈസ് അസറ്റിക് ആസിഡ്. അത് തെറ്റാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ദ ആസിഡ് പ്രസൻറ്റ് ഇൻ ബട്ടർ മിൽക്ക് ഈസ് ലാക്റ്റിക് ആസിഡ്. ഓക്കെ. ഇനി അടുത്തത് ടർമറിക് ഈസ് എ നാച്ചുറൽ ഇൻഡിക്കേറ്റർ ഫോർ ബേസസ്. ബേസസിനുള്ള നാച്ചുറൽ ഇൻഡിക്കേറ്റർ എന്താണ്? ടർമറിക് ആണ്. അതും നമ്മൾ പഠിച്ചതാണ്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 8, മാച്ച് ദ ഫോളോയിങ്. ഇനി മാച്ച് ദ ഫോളോയിങ് ചെയ്യാനാണ്. അപ്പോൾ ആപ്പിക്കൾച്ചർ, ക്യൂണിക്കൾച്ചർ, സെറികൾച്ചർ, പിസികൾച്ചർ. ഓക്കെ. ആപ്പിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആപ്പിക്കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെയറിങ് ഓഫ് ഹണി ബീസ്, തേനീച്ചകളെ വളർത്തുന്ന കൃഷിക്ക് പറയുന്ന പേരാണ് ആപ്പിക്കൾച്ചർ. ഇനി ക്യൂണിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂണിക്കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുയൽ വളർത്തലാണ്. ഓക്കെ. റെയറിങ് ഓഫ് റാബിറ്റ്സ്, റാബിറ്റ്സ് ആണ് ക്യൂണിക്കൾച്ചർ. ഓക്കെ. ഇനി അടുത്തത് സെറികൾച്ചർ. സെറികൾച്ചർ എന്ന് പറയുന്നത് റെയറിങ് ഓഫ് സിൽക്ക് വോ, അതായത് പട്ടുനൂൽ പുഴുവിനെ വളർത്തുന്ന കൃഷിക്ക് പറയുന്നതാണ് സെറികൾച്ചർ. ഇനി പിസികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിഷ്, റെയറിങ് ഓഫ് ഫിഷ്. ഫിഷിനെ പീസാക്കുക എന്ന് നിങ്ങൾ ഓർത്താൽ മതി. ഫിഷ് എന്ന് പറയുന്നത് പിസികൾച്ചറാണ്. ഓക്കെ. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 9, ആസിഡ് ഹാപ്പൻ ടു സ്പിൽ ഇൻ ദ ഐ ഓഫ് എ സ്റ്റുഡൻറ്റ്. വാട്ട് ഫസ്റ്റ് എയ്ഡ് ഷുഡ് ബി ഗിവൺ? ഓക്കെ. ഒരു ആസിഡ് ഒരു കുട്ടിയുടെ കണ്ണിലേക്ക് ഒന്ന് തെറിച്ചു. അപ്പോൾ എന്ത് ഫസ്റ്റ് എയ്ഡ് നമ്മൾ കൊടുക്കും? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെറ്റൽ കണ്ടെയ്നേഴ്സ് ആർ നോട്ട് യൂസ്ഡ് ടു സ്റ്റോർ പിക്കിൾസ്. ക്യാൻ യു എക്സ്പ്ലെയിൻ ദ റീസൺ? നമ്മൾ പിക്കിൾസ് ഒന്നും, അച്ചാറുകളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കില്ല? മെറ്റൽ കണ്ടെയ്നേഴ്സ് ഉപയോഗിക്കില്ല. അതിന് കാരണം. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? നമ്മൾ എന്ത് ഫസ്റ്റ് എയ്ഡ് ആണ് കൊടുക്കേണ്ടത്? ഫോർ കോൾഡ് വാട്ടർ ഓൺ ദ അഫക്റ്റഡ് ഏരിയ ഫോർ എ ലോങ് ടൈം ആസ് ഫസ്റ്റ് എയ്ഡ്. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? തണുത്ത വെള്ളം ധാരാളമായിട്ട് എവിടെയാണോ ആസിഡ് വീണത് അവിടെ നല്ലവണ്ണം ധാരാളമായിട്ട് ഒഴിക്കുക. ടേക്ക് ഇറ്റ് ടു ദ ഹോസ്പിറ്റൽ ഫോർ ഫർദർ ട്രീറ്റ്മെൻറ്റ്. കൂടുതൽ ട്രീറ്റ്മെൻറ്റിന് നമ്മൾ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിൽ തന്നെ പോകണം. ഫസ്റ്റ് എയ്ഡ് ഇതാണ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പിക്കിൾസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റൽ കണ്ടെയ്നേഴ്സ് എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നു എന്നോ. അപ്പോൾ നമുക്കറിയാം ലെമൺ, മാംഗോ, ഗൂസ്ബെറി, ബിംലി എക്സെട്ര യൂസ്ഡ് ഫോർ മേക്കിംഗ് പിക്കിൾസ് കണ്ടെയ്ൻസ് ആസിഡ്. അപ്പോൾ നമ്മൾ പിക്കിൾസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നാരങ്ങയായാലും മാംഗോ ആയാലും നെല്ലിക്കയിലായാലും ബിലിമ്പി എന്ന് പറയുന്ന ഒരു പുളി ഉണ്ടല്ലോ, ഇരുമ്പം പുളി എന്ന് ഇങ്ങോട്ടൊക്കെ പറയും. അതൊക്കെ നമ്മൾ എന്ത് ആണ് പിക്കിൾസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ്. അതിലൊക്കെ എന്തുണ്ട്? ചെറിയ തോതിലുള്ള ആസിഡ് ഉണ്ട്. ഓൾസോ വിനാഗർ ഈസ് ആഡഡ് ടു പിക്കിൾസ് ആസ് എ പ്രിസർവേറ്റീവ്. അപ്പോൾ ആസിഡായിട്ട് നമ്മൾ വിനെഗർ ഉപയോഗിക്കുന്നുണ്ട്. വിനെഗറിൽ എന്താണ്? വിനെഗർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അച്ചാറൊന്നും കേടാവാതിരിക്കാനും. ദീസ് ആസിഡ്സ് മേ റിയാക്ട് വിത്ത് മെറ്റൽസ്. അപ്പോൾ മെറ്റൽ കണ്ടെയ്നേഴ്സിലാണ് നമ്മൾ ഈ പിക്കിൾസ് യൂസ് ചെയ്യുന്നത്, പിക്കിൾസ് സ്റ്റോർ ചെയ്യുന്നത് എങ്കിൽ പിക്കിൾസിൽ എന്തുണ്ട്? വിനാഗിരിയിലുള്ള ആസിഡ് ഉണ്ട്. അതുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് പ്രൊഡ്യൂസ് ഹാംഫുൾ പ്രോഡക്റ്റ്. നമുക്ക് അത്ര ശരിയല്ലാത്ത കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള ദോഷമുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. സോ പിക്കിൾസ് ആർ നോട്ട് കെപ്റ്റ് ഇൻ മെറ്റൽ വെസൽസ്. അതുകൊണ്ടാണ് പിക്കിൾസ് ഒന്നും മെറ്റൽ വെസൽസിൽ ഉപയോഗിക്കാത്തത്. ഇനി ലാസ്റ്റ് വണ്ണാണ് ആക്ടിവിറ്റി 10,
ആക്ടിവിറ്റി 10 അഡ്വാൻറ്റേജസ് ഓഫ് പ്രൊഡ്യൂസിങ് സാപ്ലിംഗ് ത്രൂ ദിസ് മെത്തേഡ്. ഇത് ഏത് മെത്തേഡാണ്? ഈ ഒരു മെത്തേഡ് വഴി ഉപയോഗിക്കുന്ന സാപ്ലിങ്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്? ഇപ്പോൾ സിയോൺ സ്റ്റോക്ക് ഇത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഗ്രാഫ്റ്റിംഗ് ആണ് കേട്ടോ. എന്താണ് ഗ്രാഫ്റ്റിംഗ്? ഓക്കെ, ഇനി അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. ഈസി ഏർലി ഫ്ലവറിങ്, പെട്ടെന്ന് തന്നെ പൂക്കും. ആൻഡ് ഫ്രൂട്ടിങ്, പെട്ടെന്ന് തന്നെ കായ്ക്കും. ഗെറ്റ്സ് ഫ്രൂട്ട്സ് ഓഫ് അതേപോലെ ഗെറ്റ്സ് ദ ഫ്രൂട്ട്സ് ഓഫ് ദ പ്ലാന്റ് യൂസ്ഡ് ആസ് സിയോൺ ഗ്രോസ് വെൽ ഇൻ അവർ സോയിൽ. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. എ സാപ്ലിംഗ് ഈസ് ടു ബി പ്രൊഡ്യൂസ്ഡ് യൂസിങ് മാൽഗോവ ആൻഡ് ഗോമ വിച്ച് ഈസ് ഇൻഡിജിനിയസ് വെറൈറ്റി ഓഫ് മാംഗോ ട്രീ വിച്ച് ഷുഡ് ബി ദ റൂട്ട് സ്റ്റോക്ക് വിച്ച് വുഡ് ബി ദ സിയോൺ റൈറ്റ് ദ സീസൺ. അപ്പോൾ മാൽഗോവയും അതേപോലെ ഗോമ രണ്ടും കൂടി ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു സാപ്ലിങ് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ അതിന് ഏതൊക്കെയാണ് നമ്മൾ റൂട്ട് സ്റ്റോക്കായിട്ട് എടുക്കുക, ഏതൊക്കെയാണ് സിയോണായിട്ട് എടുക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. റൂട്ട് സ്റ്റോക്കായിട്ട് ഇവിടെ എടുക്കുക ഇൻഡിജിനസ് ഗോമാവാണ്. അതേപോലെ സിയോണായിട്ട് മാൽഗോവ ആണ് എടുക്കുക. ബിക്കോസ് ദ ന്യൂ പ്ലാന്റ് വിൽ ഗെറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ഗോമ. ഇറ്റ് വിൽ ഗ്രോ ഇൻ അവർ സോയിൽ. സ്പെഷ്യൽ കെയർ ഈസ് നോട്ട് നീഡഡ്. ഓൾസോ ദ ഫ്രൂട്ട്സ് വിൽ ഹാവ് ദ ക്വാളിറ്റീസ് ഓഫ് മാൽഗോവ ലൈക്ക് ബിഗ് സൈസ് ആൻഡ് സ്വീറ്റ്നെസ്. അപ്പം നമ്മൾ 10 ആക്ടിവിറ്റീസാണ് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ എല്ലാ സബ്ജക്റ്റിൻ്റെയും വീഡിയോസ് നമ്മൾ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഓൺലൈൻ ക്ലാസ്സിൽ തന്നെ ഒന്ന് തപ്പി നോക്കുക. പ്ലേലിസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ പ്ലേലിസ്റ്റും ചെക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.